ഹലോ ഹലോ. ഹലോ. എന്താണ് ഇത് റിപ്പീറ്റിങ്? ഏ അല്ല, ഒരു രസം. ആ, രസത്തിലാണല്ലേ. അല്ല, ഉം. പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്ന? പണി കഴിഞ്ഞിക്കണം. യോഗം എല്ലാം പിരിച്ചു വിട്ടോ നിന്റെ? എന്താ? യോഗം എല്ലാം പിരിച്ചു വിട്ടോന്ന്? അതൊക്കെ പിരിച്ചു വിട്ടു. എന്തൊക്കെയായിരുന്നു? എന്ത്? എവിടെയൊക്കെ പോണമെന്നുള്ള പ്ലാനിങ്ങുകൾ ഞാൻ അറിയാണ്ടല്ലേ. ഏ അത് നിങ്ങളായിട്ട് കൊളാക്കിയില്ല ദുഷ്ടൻ. ഞാൻ കൊളാക്കിയതല്ലോ, നീയല്ലേ എന്നെ പിടിച്ച് ആഡ് ചെയ്ത്. നീ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോണ്ടല്ലേ ഞാൻ അറിഞ്ഞത്. അതെനിക്ക് പറ്റിയ ഏതൊരു മണ്ടത്തരാണത്. അതാ പറയുന്നത്, പുള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടാ? ഇപ്പം കേട്ടു. അതേണക്കാണ് മണ്ടബുദ്ധി മനസ്സിലും കളങ്കമില്ല. അയ്യോ അയ്യോ. നിങ്ങളാണ്. എന്നിട്ട് എന്തോരായി? ഞാൻ ഒന്നും കണ്ടില്ല, കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഫുള്ള് റിമൂവ് ആയിപ്പോയി. നിങ്ങൾ കാണണ്ട. എന്നോട് പറഞ്ഞാൽ പോരെ, വെറുതെ എന്തിനാ നാട്ടുകാരെല്ലാം കൊട്ടി അറിയിക്കണതൊക്കെ? എന്ത്? അവിടെ പോകണം എന്നൊക്കെ ഞാനില്ലേ കേൾക്കാനേ. നിങ്ങളും ഉണ്ടോ? അതല്ല ഞാൻ ചോദിച്ചത്. മറ്റുള്ളവരോട് എന്തിനാ അത് പറയാൻ നിൽക്കണത്? എന്നോട് പറഞ്ഞാൽ പോരേ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് മറ്റുള്ളവരല്ലല്ലോ, എന്റെ ഫ്രണ്ട്സുകളല്ലേ. ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ടിനെ കാട്ടിയും വാല്യൂ ആർക്കാ? അതിൽ സംശയമുണ്ടാ? ഇല്ല. പിന്നെന്താ ഒരു മോളതിന് ശേഷം ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞത്? അതൊന്നുമില്ല. പറയടോ. അതെന്താന്നറിയോ, ഞാൻ എപ്പോ വിളിച്ചാലും നിങ്ങൾ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒന്ന് കേൾക്കാൻ സമ്മതിക്കൂല. ഞാൻ എന്ത് തുടങ്ങി വെച്ചാല് മതി നിർത്തും. അത് നീ ഇങ്ങനെ വിശദീകരിക്കാതിരിക്കുന്നോണ്ടല്ലേ എനിക്ക് ദേഷ്യം പിടിക്കണം. എന്റെ ഫ്രണ്ട്സുകൾക്കൊന്നും ദേഷ്യം പിടിക്കത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, വാർത്ത വായിക്കുന്ന എനിക്ക് അങ്ങോട്ട് പറഞ്ഞോടെ. എനിക്കറിയാം. ഇത് നിങ്ങളെ കുഴപ്പം. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ലേ. എന്താ നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാത്ത? ഇതുകൊണ്ടാ? അത് ഓരോ ടെൻഷനിലിരിക്കുമ്പോൾ മനസ്സിനൊരു ഇതുണ്ടാവത്തില്ലല്ലോ. കേൾക്കാനൊരു മൈൻഡ് വേണ്ടേ? ആ മൈൻഡിന് എപ്പോഴാ വരാ? നിന്നോട് സംസാരിക്കാൻ മൈൻഡ് വരുമ്പോഴാണല്ലോ ശരിക്കും നിന്നെ വിളിക്കണത്. ആ മൈൻഡ് പോവില്ലല്ലോ. പോവാ? എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ ഇടയ്ക്ക് എന്നെ ചീത്ത വിളിക്കാറുണ്ട്. അതെന്റെ കയ്യിൽ നിന്ന് പിടിയെല്ലാം വിട്ടു പോകുമ്പോഴാ. നന്നായുള്ളൂ. നന്നായുള്ളൂ എന്നല്ല, നിന്റെ ഓരോ പറച്ചിൽ കേൾക്കുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും. ദേഷ്യം വരും. എന്തേ? ഒന്നുമില്ല. ഓരോ കുരുത്തക്കേട് കാണിക്കുന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും. കക്കോയി എൻ്റെ കയ്യിൽ നിന്ന് അത് പോയി, അത് പൊട്ടി പോയി അക്കോയി. അത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, കൊച്ചു കുട്ടികൾ വന്നിട്ട് പരാതി പറയുന്നതൊക്കെ പറയും, എൻ്റെ കയ്യിൽ നിന്ന് പോയി. എന്നിട്ടൊരു സോപ്പിടിയില്ല. കാര്യം കഴിഞ്ഞില്ലേ? നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നിന്റെ കള്ളത്തരം എല്ലാം ഞാൻ പഠിക്കുന്നുണ്ട് ഇപ്പോൾ.